ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു സാലഡാണ്, റഷ്യൻ സലാഡ്. പാർട്ടികളിലൊക്കെ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഒരു സാലഡായിരിക്കും റഷ്യൻ സലാഡെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിനൊരു ചെറിയ മധുരവും ഒരു ക്രീമി ടെക്സ്ചറൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമാണ്. അതുപോലെ കുട്ടികൾ പോലും ആസ്വദിച്ച് കഴിക്കാറുണ്ട്. ഇത് ഉണ്ടാക്കാനാണെങ്കിലും വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. ഒരു പാനിൽ ഞാൻ 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് 3/4 കപ്പ് ഉരുളക്കിഴങ്ങ് ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞതും, അതുപോലെ തന്നെ ക്യാരറ്റ് 3/4 കപ്പ് അരിഞ്ഞതും, പിന്നെ ഒരു 1/4 കപ്പ് ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസാണ് അതും, പിന്നെ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് 1/4 കപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം. ഇതൊന്ന് വെന്ത് വരണം. ഒരുപാട് വെന്തുടഞ്ഞു പോകരുത്. നമ്മൾ സ്പൂൺ കൊണ്ട് കട്ട് ചെയ്യുമ്പം ജസ്റ്റ് ഒന്ന് മുറിഞ്ഞ് കിട്ടണം, അത്രയും മതി. ഒരു 1-1.5 മിനിറ്റ് കൊണ്ടായി കിട്ടും. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് മുറിച്ച് നോക്കാം. മുറിയുന്നുണ്ട്. ഇത് മതി. ഇനി നമുക്ക് ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാവേ. ഈ ബോയിൽ ചെയ്ത വെള്ളം ഉണ്ടല്ലോ, കളയേണ്ട കാര്യമില്ല. ഇത് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കറിയൊക്കെ വെക്കുമ്പോൾ അതിനകത്ത് ചേർക്കാനോ ഉപയോഗിക്കാവേ. ഇത് തണുത്ത് കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. വെജിറ്റബിൾ സ്റ്റോക്കായിട്ട് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ഇതൊന്ന് തണുക്കാൻ വയ്ക്കുന്നുണ്ട്. വേഗം തണുത്ത് കിട്ടാനായിട്ട് ഞാനിതൊന്ന് ഫ്രീസറിലേക്കാണ് വയ്ക്കുന്നത്. പെട്ടെന്ന് തണുത്ത് കിട്ടും. അപ്പോൾ ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ മയോണൈസും 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടിയാണ് എടുക്കുന്നത്. ഒന്നെങ്കിൽ മയോണൈസ് തന്നെയായിട്ടും എടുക്കാം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം തന്നെയായിട്ടും എടുക്കാം. ഫ്രഷ് ക്രീം തന്നെയായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഷുഗറും ഒരു 3-4 തുള്ളി നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു സാലഡിലേക്കുണ്ടല്ലോ നമ്മൾ മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും, ഒന്നെങ്കിൽ ബീൻസ് പച്ച നിറമുള്ള എന്തെങ്കിലും ഒരെണ്ണം, അല്ലെങ്കിൽ ഗ്രീൻ പീസ്, പിന്നെ ആപ്പിൾ, പിന്നെ ബാക്കിയൊക്കെ ഓപ്ഷണലാണ്. നമ്മുടെ കയ്യിലുള്ളതൊക്കെ ഇഷ്ടമുള്ള പോലെയൊക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് ആപ്പിളും 3/4 കപ്പ് പൈനാപ്പിളും കൂടെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ക്യൂബ്സായിട്ടാണ് അരിഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ തണുത്ത വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുണ്ടാക്കിയുണ്ടല്ലോ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഒപ്പം ഉണ്ടല്ലോ ബ്രൗൺ ബ്രെഡോ അല്ലെങ്കിൽ ഗാർലിക് ബ്രെഡോ ഒക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. ഒരു നേരത്തെ ഒരു മീലായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഡിന്നറിൻ്റെ സമയത്ത് ഏറ്റവും ബെസ്റ്റ് അത് കഴിക്കാനായിട്ട്. വീട്ടിൽ നമ്മൾ ചെറിയ പാർട്ടികളൊക്കെ വെക്കുമ്പം അതിന് പറ്റിയൊരു ഓപ്ഷനാണ് ഈ സാലഡ്. സാലഡൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരും കഴിച്ചു പോകും. ഇത് ഞാനിവിടെ ലെറ്റ്യൂസിൻ്റെ ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്കിത് കഴിക്കുകയും ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈസി ആയിട്ടുള്ള കൂടുതൽ സാലഡിൻ്റെ റെസിപ്പികൾ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്